ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീണ്ടും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു പാസ്ത റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാസ്ത കുറേ പേർക്കൊക്കെ ഇഷ്ടമായിരിക്കും. നമുക്കതൊരു ഫ്യൂഷൻ സ്റ്റൈലിൽ, അതായത് നമ്മുടെ ഒരു മസാലകളൊക്കെ ചേർത്ത് നമുക്കതൊന്ന് തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നമുക്കപ്പം പെട്ടെന്ന് തയ്യാറാക്കി നോക്കാം. അതിനായിട്ട് കുറച്ച് ചിക്കൻ ഒന്ന് നമുക്ക് എടുത്ത് അതൊന്ന് കുക്ക് ചെയ്യണം. ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം 3-4 നുള്ളു വീതം ഇട്ട് കൊടുത്താൽ മതി. ആദ്യം ഇട്ട് കൊടുക്കണ്ട. കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ എടുത്തേക്കുന്നത് ഒരു ചിക്കൻ്റെ ഹാഫ് ബ്രസ്റ്റ് ആണ്. പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ, ഒരു ബ്രസ്റ്റ് ഭാഗത്തിൻ്റെ പകുതി. ഈ സമയത്ത് നമുക്ക് പാസ്തയും കൂടെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചു. വെള്ളത്തിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ പാസ്ത ഒട്ടിപ്പോത്തില്ല. പാസ്തയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം, നന്നായിട്ട് തിളച്ച് വരുന്നിടം വരെ. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നു. അതിന് ശേഷം നമുക്ക് അതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ കൂടുതൽ വേണ്ടുന്നവർക്ക്, നന്നായിട്ട് ചിക്കൻ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി എടുക്കാവുന്നതാണ്. എല്ലോട് കൂടിയുള്ള ചിക്കനുമൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ എടുത്തുവെന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കൻ ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നന്നായിട്ട് വെള്ളമൊക്കെ അതിൽ നിന്ന് വന്ന് അതിൽ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 1/4 ടേബിൾ സ്പൂൺ അടുത്തുള്ള ഓയിലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ ചൂടായത് കൊണ്ട് സ്പൂണും വെച്ച് തന്നെ നമ്മളതൊന്ന് ചതച്ചെടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ നല്ലതാണ്, കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടും. ഈ സമയത്ത് നമ്മുടെ പാസ്തയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇതിനകത്തുണ്ട്, അതൊന്ന് ഊറ്റിയെടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്കത് റെഡിയാക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ 1.5 ടേബിൾ സ്പൂണിനടുത്തുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവോളയാണ് ചേർത്തിരിക്കുന്നത്. സവോള ചേർത്ത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 പച്ചമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു വലിയ കുടം വെളുത്തുള്ളി, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റ് കൂടെ, ഒരു വലിയ ക്യാരറ്റാണ്, വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായി കിട്ടുന്നിടം വരെ. ഒത്തിരി നേരമൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്, അതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. 2-3 മിനിറ്റിനുള്ളിൽ അതും കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ പാസ്ത ഏകദേശം 400 ഗ്രാമാണ് എടുത്തേക്കുന്നത് ഞാൻ. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പാസ്തയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പാസ്തയിൽ കുറച്ചൊരു വെള്ളമയം വേണം, അപ്പോഴാണ് നമ്മൾ ഈ മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കുറച്ച് ക്യാപ്സിക്കത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് നമുക്കങ്ങനെ ചെറു തീയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാസ്തയിലോട്ട് നന്നായിട്ട് ഈ മസാലകളെല്ലാം പിടിച്ച് കിട്ടും. അങ്ങനെ നമ്മുടെ ഫ്യൂഷൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിൽ, നമ്മുടെ മസാലകളെല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിത്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. മറക്കാതെ നിങ്ങൾ എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റിൽ കൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.